സക്കുലൻസിൻ്റെ അടുത്തുള്ള ഇഷ്ടം തുടങ്ങണം ഞാൻ PhD ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു കേട്ടോ. അന്ന് കിട്ടുന്ന ഫെലോഷിപ്പിൽ ഒരു ഭാഗം ഞാൻ ഈ സക്കുലൻസ് വാങ്ങിക്കാൻ വേണ്ടിയാണ് ചിലവാക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം, മിക്കവാറും എനിക്ക് കൊറിയർ കാണും. പക്ഷേ അന്ന് വാങ്ങിച്ച സക്കുലൻസിൽ പകുതി എൻ്റെ കയ്യിലില്ല. എൻ്റെ അറിവില്ലായ്മ കാരണം എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്, എനിക്ക് തന്നെ അറിയാം. സക്കുലൻസ് വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്, നമ്മൾ സാധാരണ പ്ലാന്റ്സിനെ കൂടുതൽ ശ്രദ്ധിക്കുമല്ലോ. എനിക്കറിയാം, നമ്മളെ കയ്യിലുള്ള പ്ലാന്റ്സ് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കും. അത്രയൊന്നും ഈ പ്ലാന്റിന് ശ്രദ്ധിക്കാൻ പോവുകയേ ചെയ്യരുത്. ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ വെള്ളം ഒഴിച്ചാൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ചെന്ന് നോക്കിയാലും മതി. പിന്നെ സക്കുലൻസ്, കയ്യിലിരിക്കുന്ന സക്കുലൻസ് അത്യാവശ്യം വലുതായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യണം. എൻ്റെ കയ്യിലുള്ള സക്കുലൻസ് എല്ലാം പോയത് ഓവർ വാട്ടറിങ് കൊണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സക്കുലൻസിന് ഇപ്പോൾ സൺഡേയ്സ് മാത്രം വെള്ളമൊഴിക്കുക, ഒരു ടൈം ടേബിൾ പോലെ, അല്ലെങ്കിൽ സാറ്റർഡേയ്സ് മാത്രം വെള്ളമൊഴിക്കുക. ഇപ്പോൾ ഞാൻ കൂടുതലും അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള ഒരു ടൈം ടേബിളും ആ റുട്ടീനും കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം ഞാൻ പിന്നീട് അഡോപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതുപോലത്തുള്ള ചരൽ മണ്ണാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഏത് പോട്ടിംഗ് മിക്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഏത് പോട്ടിംഗ് മിക്സ് ഉപയോഗിച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള 2 കാര്യം, ഓവർ വാട്ടറിങ് ചെയ്യുകയും ചെയ്യരുത്. അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് വെള്ളം പാസ് ചെയ്ത് പോകുന്ന എന്തെങ്കിലും ഒരു പോട്ടിംഗ് മിക്സ് വേണം കൂടുതലും പ്രിഫർ ചെയ്യാനുള്ള സക്കുലൻസിന്. സക്കുലൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്. നമുക്ക് ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റെമ്മ് പോലെ ഇരിക്കുന്ന ആ ഒരു പോർഷനല്ലേ അത് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഒരു ക്ലസ്റ്റർ ആയിട്ടിരിക്കുന്നതിന് നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നിടാം. ഏത് വഴിയാണെങ്കിലും നമ്മൾ ആ ഉണ്ടാക്കുന്ന ഒരു വൂണ്ടില്ലേ, വെജിറ്റേറ്റീവായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വൂണ്ട് ഫോം ചെയ്യും. നമ്മൾ ആ ബ്രേക്ക് ചെയ്തെടുക്കുമ്പോൾ ആ വൂണ്ട് ഹീൽ ചെയ്യാൻ ഉറപ്പായിട്ടും നമ്മൾ ടൈം കൊടുക്കണം. ഇല്ല നമ്മളത് ഇപ്പം ഞാൻ ചെയ്ത പോലെ ആ ക്ലസ്റ്റർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഒരു വൂണ്ട് ഉണ്ടായല്ലോ, ആ വൂണ്ട് ഹീൽ ചെയ്യാൻ ഞാൻ അന്ന് തന്നെ എടുത്ത് നട്ടുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിൽ കൂടെ വെള്ളം കയറി പോവുകയും സക്കുലൻ്റ് ചീഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അത് ഹീൽ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം സമയം വച്ചേക്കണം. നന്നായിട്ട് ആ വൂണ്ട് ഹീൽ ചെയ്തതിന് ശേഷം മാത്രമേ അത് പിന്നീട് പ്ലാന്റ് ചെയ്യാവുള്ളൂ. വളമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ NPKയും എല്ലുപൊടിയും ഒക്കെ കൊടുക്കാം കേട്ടോ. കാരണം ഒരു തവണ വെള്ളം കൊടുക്കുന്ന ആഴ്ചയിൽ ഒരു ടൈം വെള്ളം കൊടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി NPKയും കൂടെ ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂടോ ഇന്നത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ ശരി, ടാറ്റാ.